എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ MG യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് വൈകുന്നേരത്തോടെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് MG യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ നാളെ മുതൽ ജൂൺ 22 തീയതി വരെ നടക്കും. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കമ്മ്യൂണിറ്റി കോട്ട, കൾച്ചറൽ കോട്ട, സ്പോർട്സ് കോട്ട എന്നിവയുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ കോളേജുമായി കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് കോളേജ് പറയുന്ന ആ ഒരു സമയക്രമത്തിനകം അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് വന്നതിന് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ലോഗിൻ ചെയ്ത് നിങ്ങളുടെ ക്യാപ് ഐ ഡിയും അതായത് നിങ്ങളുടെ ഈ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ തന്നെ പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ചെക്ക് whether any colleges has marked willingness against your option, അതായത് നിങ്ങളുടെ ഓപ്ഷൻസിനെതിരെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കാം. അതുപോലെ കെയർഫുള്ളി റിവ്യൂ ദ ഓപ്ഷൻസ് ആൻഡ് ആക്സെപ്റ്റ് ദ വില്ലിംഗ്നെസ് മാർക്കഡ് അഗെയിൻസ്റ്റ് ദ മോസ്റ്റ് ഡിസൈറബിൾ കോളേജ് പ്രോഗ്രാം കോമ്പിനേഷൻ. അതായത് ഏതെങ്കിലും കോളേജ് നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ നൽകാനായിട്ട് ആ ഒരു കോഴ്സ്, അതായത് ഇന്ന കോഴ്സ് നിങ്ങൾക്ക് അഡ്മിഷൻ തരാമെന്നുള്ള രീതിയിൽ അവിടെ വില്ലിംഗ്നെസ് പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയെങ്കിൽ അത് നിങ്ങൾ തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് ഏത് കോഴ്സാണോ പഠിക്കാൻ താല്പര്യം അതിന് നേരെ ആ ഒരു കാര്യമുണ്ടെങ്കിൽ അത് തിരഞ്ഞെടുത്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജനറൽ കാറ്റഗറി വിഭാഗമാണെങ്കിൽ 1695 രൂപയാണ് വിദ്യാർത്ഥികൾക്ക് വരുന്ന ഫീസ്. അതുപോലെ തന്നെ SC ST വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ 50 രൂപയാണ് ഫീസ് തരിക. നമ്മൾ ഈ ഒരു ഫീസ് അടച്ച ശേഷമാണ് നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി അടുത്തതായിട്ടുള്ളത് 6ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ കോളേജിൽ അഡ്മിഷനായിട്ട് ഒറിജിനൽ ഡോക്യുമെൻറ്റ്സും എടുത്ത് പോവുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ദ അഡ്മിഷൻ പ്രോസസ് ആൻഡ് കളക്ട് ദ കൺഫർമേഷൻ സ്ലിപ്പ് ഫ്രം ദ കോളേജ്. അതായത് നിങ്ങൾ ഈ ഒരു അഡ്മിഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത ശേഷം നിങ്ങൾ അവിടെ അഡ്മിഷൻ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നേടുന്ന അതായത് കൺഫർമേഷൻ സ്ലിപ്പ് നിങ്ങൾക്ക് പ്രിൻ്റ് കോളേജിൽ നിന്ന് നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു അതുപോലെ തന്നെ ഇതിൽ പ്രധാനമായിട്ടും നിർദ്ദേശിച്ചിട്ടുള്ളത് ദർ ഈസ് നോ പ്രൊവിഷൻ ഫോർ ടെമ്പററി അഡ്മിഷൻ, ഓൾ അഡ്മിഷൻ അണ്ടർ ദ അലോട്ട്മെൻറ്റ് പ്രോസസ് ഷാൽ ബി പെർമനൻറ്റ്. അതായത് നിങ്ങൾക്ക് പെർമനൻറ്റ് അഡ്മിഷനാണ് എടുക്കാൻ പറ്റുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ദ വില്ലിംഗ്നെസ് മാർക്ക്ഡ് ബൈ എ കോളേജ് ഷാൽ റിമൈൻ ആക്റ്റീവ് ഓൺലി 24 hours. കാൻഡിഡേറ്റ് മസ്റ്റ് ആക്സെപ്റ്റ് വില്ലിംഗ്നെസ് അഗെയിൻസ്റ്റ് ദർ പ്രിഫേർഡ് ഓപ്ഷൻ വിത്തിൻ ദ പീരീഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ഹൂ ഹാവ് റിമിറ്റഡ് ദ യൂണിവേഴ്സിറ്റി ഫീസ് ആൻഡ് ഡൗൺലോഡ് ദ അലോട്ട്മെൻറ്റ് മെമ്മോ മേ സെക്യൂർ അഡ്മിഷൻ ഇൻ അലോട്ടഡ് കോളേജ് ഓൺ ഓർ ബിഫോർ 22/6/2026 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദ പ്രസൻറ്റ് റാങ്ക് ലിസ്റ്റ് ഷാൽ റിമൈൻ വാലിഡ് ഓൺലി അപ് ടു 22/6/2026. ഫ്രഷ് രജിസ്ട്രേഷൻ ഫോർ ദ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഷാൽ കമൻസ് thereafter എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാൻഡിഡേറ്റ് ആർ നോ ഒബ്ലിഗ്ഡ് ടു അക്സെപ്റ്റ് ദ വില്ലിംഗ്നെസ് ഇഫ് ദേ ഫൈൻഡ് ദ കൺസേൺഡ് കോളേജ് പ്രോഗ്രാം കോമ്പിനേഷൻ അൺസ്യൂട്ടബിൾ എന്ന് ആണ്. അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ഷുഡ് എക്സൈസ് ഓൾമോസ്റ്റ് കോഷൻ വിത്ത് വൈൽ അക്സെപ്റ്റിംഗ് വില്ലിംഗ്നെസ് വൺസ് the university fee is remitted and the allotment memo is downloaded. The acceptance cannot be modified or withdrawn എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാമെന്നുള്ള രീതിയിലാണെന്നാണ് തോന്നുന്നത് ഇതിൻ്റെ ആ ഒരു പ്രോസസ്സ്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ നിന്ന് എന്തെല്ലോ വ്യത്യസ്തമായിട്ടാണ് ഇതിൽ ആ ഒരു പ്രോസസ്സ് ഉള്ളത്. അപ്പോൾ നിലവിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു MG യൂണിവേഴ്സിറ്റിയുടെ സ്പോർട്സ് കോട്ട, അതുപോലെ തന്നെ കൾച്ചറൽ കോട്ട, അതുപോലെ PD കോട്ട എന്നിവയുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് ആദ്യം നോക്കാം, എന്നിട്ട് നമുക്ക് മെറിറ്റിൻ്റെ കാര്യം നോക്കാം. അപ്പോൾ cap.mgu.ac.in/UGPcap 2026/ എന്നുള്ള പേജ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ മെനു ബാർ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് എന്നുള്ള ലിങ്കാണ്. റാങ്ക് ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഫൈനൽ റാങ്ക് ലിസ്റ്റ്, സ്പോർട്സ്, അതുപോലെ തന്നെ കൾച്ചർ, അതുപോലെ PD കോട്ട, അതുപോലെ മെറിറ്റ് റാങ്ക് ലിസ്റ്റ് എന്നൊക്കെ കാണാം. അപ്പോൾ നിങ്ങൾ ആദ്യം ഫൈനൽ റാങ്ക് ലിസ്റ്റ് സ്പോർട്സ് കോട്ടയുടെ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡല്ല ജസ്റ്റ് ഇതേപോലെ എടുക്കുക. എന്നിട്ട് ഇവിടെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അഡ്മിഷൻ ഈസ് സബ്ജക്റ്റ് ടു അവൈലബിലിറ്റി ഓഫ് സീറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് സെലക്ട് കോളേജസ് ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ ഏത് കോളേജാണ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു കോളേജ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു കോളേജ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കോളേജ് സെലക്ട് ചെയ്തപ്പോൾ അവിടുത്തെ കോഴ്സ് പ്രോഗ്രാം സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അത് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു കോഴ്സിന് വല്ല സ്പെഷ്യലൈസേഷൻ ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് അത് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം സെലക്ട് നോൺ ക്യാപ് കാറ്റഗറി, നിങ്ങൾ ഏത് കോട്ടയിലാണ് അപ്ലൈ ചെയ്തത്, പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആണ്, സ്പോർട്സ് കോട്ടയാണ്, കൾച്ചറൽ കോട്ടയാണ്. സ്പോർട്സ് കോട്ട ആയതുകൊണ്ട് അത് സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് സബ്മിറ്റ് ചെയ്യുന്നു. സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ അതിൻ്റെ റാങ്ക് ലിസ്റ്റ് വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. ഇവിടെ ഒന്നും വന്നിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി കോട്ടയിൽ വല്ലതും ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ അത് നോക്കുന്ന സമയത്ത് പ്രത്യേകിച്ചൊന്നും വന്നിട്ടില്ല. അതുപോലെ തന്നെ ഇനി ഞാൻ മറ്റേതെങ്കിലും കോഴ്സ് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, അത് BA കോഴ്സാണ്. അപ്പോൾ അത് ഞാൻ സെലക്ട് ചെയ്ത് വന്നിട്ട് അതിൻ്റെ സ്പെഷ്യലൈസേഷൻ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം സെലക്ട് കാറ്റഗറി ഒന്ന് സെലക്ട് ചെയ്ത് വന്നിട്ട് സബ്മിറ്റ് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു
ലിസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ലിസ്റ്റ് നിങ്ങൾ നോക്കുക. അപ്പോൾ ഈ ലിസ്റ്റിൽ നിങ്ങൾ നോക്കേണ്ടത് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഏതൊക്കെ കോട്ടയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾ കമ്മ്യൂണിറ്റി കോട്ട അല്ലെങ്കിൽ സ്പോർട്സ് കോട്ട, അതായത് കൾച്ചറൽ കോട്ട അല്ലെങ്കിൽ PD കോട്ട അല്ലെങ്കിൽ ഒരു സ്പോർട്സ് കോട്ട എന്നിവയിൽ അപ്ലൈ ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ നിങ്ങൾ ഏതൊക്കെ കോളേജ് ആണോ ഓപ്ഷൻ വെച്ചിട്ടുള്ളത് അതിൻ്റെ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് നോക്കാം. പേരുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആ ഒരു കോളേജിൽ ഒന്ന് വിളിച്ച് ചോദിക്കാം. വിളിച്ച് ചോദിച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു സീറ്റിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുള്ള സീറ്റിൽ വാക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് നോക്കി നിങ്ങൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ്. ഇനിയിപ്പോൾ അടുത്ത റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും, മെറിറ്റ് റാങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ ആ ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു പേജിലേക്ക് പോയിട്ടുണ്ട്. പോയ സമയത്ത് ഇവിടെ റാങ്ക് ലിസ്റ്റ് നോട്ട് പബ്ലിഷ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ പബ്ലിഷ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്ക് ബട്ടൺ അടിക്കാം. ഇനി നിങ്ങൾക്ക് ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് അപേക്ഷാ നമ്പർ, അതായത് വിദ്യാർത്ഥികൾക്ക് ഒരു MG സർവകലാശാല അതായത് ഒന്നാം അലോട്ട്മെൻറ്റിനുള്ള നിർദ്ദേശങ്ങൾ, വിദ്യാർത്ഥികൾ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ, അപേക്ഷാ നമ്പർ അതായത് ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ തന്നെ യൂസർ ID ഉപയോഗിച്ച് നിങ്ങളുടെ CAP അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഓപ്ഷനുകൾക്കെതിരെ എന്തെങ്കിലും കോളേജുകൾ വില്ലിങ്നെസ് രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. ലഭ്യമായ വില്ലിങ്നെസ്സുകളിൽ ഏറ്റവും അഭികാമ്യമായിട്ടുള്ള പ്രോഗ്രാം അല്ലെങ്കിൽ കോളേജ് പ്രോഗ്രാം കോമ്പിനേഷനുള്ള വില്ലിങ്നെസ് ശ്രദ്ധാപൂർവ്വം സ്വീകരിക്കുക. അതായത് ഇതെന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഓപ്ഷൻ ആണെന്നാണ് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷനുകളിൽ അതായത് നിങ്ങൾക്ക് അഡ്മിഷൻ തരാൻ പറ്റുന്ന കോളേജൊക്കെ അവിടെ നിങ്ങൾക്ക് അഡ്മിഷൻ തരാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് താല്പര്യം അറിയിക്കുന്നതാണ് വില്ലിങ്നെസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കോളേജ് നിങ്ങൾക്ക് അവിടെ അലോട്ട്മെൻറ്റ് തരാം, ഇന്ന കോഴ്സിൽ അലോട്ട്മെൻറ്റ് തരാം എന്നുള്ള രീതിയിൽ താല്പര്യം അറിയിക്കും. അപ്പോൾ ആ ഒരു താല്പര്യം നിങ്ങൾ ലോഗിൻ ചെയ്ത് നിങ്ങളുടെ പ്രൊഫൈൽ വഴിയാണ് നോക്കേണ്ടത്. അപ്പോൾ ഇത് നോക്കിയ ശേഷം നിങ്ങൾക്ക് അതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഓപ്ഷൻ നോക്കിയിട്ട് വിദ്യാർത്ഥികൾക്ക് അതിൽ ഏറ്റവും കൂടുതൽ എടുക്കാൻ താല്പര്യമുള്ള കോഴ്സ് ഏതാണോ അത് തിരഞ്ഞെടുക്കാം. നിങ്ങൾ ഒരു തവണ അത് തിരഞ്ഞെടുത്ത് ഫീസ് അടച്ച് നിങ്ങൾക്ക് ആ ഒരു സീറ്റ് അവിടെ കൺഫേം ആയി കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ആ ഒരു സീറ്റ് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ ആണ്, അതായത് ഈ ഒരു ഫസ്റ്റ് നിങ്ങൾ ഒരു തവണ ഈ ഒരു വില്ലിങ്നെസ് അതായത് ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് കോളേജ് താല്പര്യം പ്രകടിപ്പിച്ചു, അതായത് ഇന്ന കോഴ്സിൽ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ തരാമെന്ന്. അപ്പോൾ ഏകദേശം ഒരു 2-3 കോഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കോഴ്സ് തിരഞ്ഞെടുത്തു. അപ്പോൾ പിന്നീട് നിങ്ങൾക്ക് അന്നേ ദിവസം തന്നെ പിന്നീട് തോന്നരുത് മറ്റേ കോഴ്സ് എടുത്താൽ മതി എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ അത് ഒരു തീരുമാനം എടുക്കുക, ഏത് കോഴ്സ് എടുക്കണം എന്നുള്ളത്. അപ്പോൾ അത് എടുത്തിട്ട് നിങ്ങൾ ഏത് കോഴ്സാണ് എടുക്കാൻ തീരുമാനിച്ചത്, അതായത് ഏത് ഓപ്ഷനാണ് എടുക്കാൻ തീരുമാനിച്ചത്, അപ്പോൾ അതിനനുസരിച്ച് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, സെൽഫ് ഫിനാൻസിൽ ഫീസ് കൂടുതലാണ്, ഗവൺമെൻറ്റിൽ ഫീസ് കുറവാണ്, എയ്ഡഡിലും ഫീസ് കുറവായിരിക്കും. അതുപോലെ SF പ്രോഗ്രാമുകളിൽ ഫീസ് എയ്ഡഡ് ആയിരുന്നാലും ഫീസ് കൂടുതലുണ്ടാവും. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന കോഴ്സ് ഏതാണെന്ന് നോക്കുക. എന്നിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് കോളേജ് അഡ്മിഷൻ തരാമെന്നുള്ള രീതിയിൽ താല്പര്യം പ്രകടിപ്പിച്ച ഓപ്ഷനുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൽ കോളേജ് താല്പര്യം പ്രകടിപ്പിച്ചുള്ള ആ ഒരു കോഴ്സുകൾ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ള കോഴ്സ് ഏതാണോ അത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അപ്പോൾ ഇതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട അതാണ് ഇവിടെ അത് ശ്രദ്ധാപൂർവ്വം സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തതായിട്ടുള്ളത് സർവകലാശാലയ്ക്ക് അടക്കേണ്ട ഫീസ് ഓൺലൈനായിട്ട് അടക്കുക. അതുപോലെ ജനറൽ കാറ്റഗറി വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികൾ 1695 രൂപ, SC/ST വിഭാഗം വിദ്യാർത്ഥികളാണെങ്കിൽ 50 രൂപ. അപ്പോൾ ഇത്രയും അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ഫീസ് അടച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് മെമോ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇനി ഇതിന് ശേഷം പ്രവേശനത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഒറിജിനൽ രേഖകളുമായിട്ട് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ലഭിച്ച കോളേജിൽ ഹാജരാകുക. അതുപോലെ തന്നെ പ്രവേശന നടപടികൾ പൂർത്തിയാക്കി ഈ ഒരു കോളേജിൽ നിന്ന് സ്ഥിരീകരണ സ്ലിപ്പ് കൈപ്പറ്റുക. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് താൽക്കാലിക പ്രവേശനത്തിന് യാതൊരു സംവിധാനവും ഉണ്ടായിരിക്കുന്നതല്ല. എല്ലാ പ്രവേശനവും സ്ഥിര പ്രവേശനമായിരിക്കും. അതായത് പെർമനൻറ്റ് അഡ്മിഷനേ ഉള്ളൂ. കഴിഞ്ഞ വർഷമൊക്കെ ടെമ്പററി അഡ്മിഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഈ വർഷം ഈ ഒരു അലോട്ട്മെൻറ്റിൻ്റെ രീതിയിൽ തന്നെ ഒരു വ്യത്യസ്തതയാണുള്ളത്. അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കോളേജ് നിങ്ങൾക്ക് അഡ്മിഷൻ തരാമെന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സിൽ നിന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാമെന്നുള്ള രീതിയിലാണുള്ളത്. അതുപോലെ തന്നെ കോളേജുകൾ രേഖപ്പെടുത്തുന്ന വില്ലിങ്നെസ് 24 മണിക്കൂർ മാത്രമേ സജീവമായിരിക്കുള്ളൂ. അതിനാൽ ഏറ്റവും അഭികാമ്യമായിട്ടുള്ള ഓപ്ഷനിലെ വില്ലിങ്നെസ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടതാണ്. അത് 24 മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ സർവകലാശാല ഫീസ് അടച്ച ശേഷം വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അതായത് ഈ ഒരു സർവകലാശാല ഫീസ് നിങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് ഒരു സർവകലാശാലയിലെ ഫീസ് അടച്ച അലോട്ട്മെൻറ്റ് മെമോ ഡൗൺലോഡ് ചെയ്ത് വിദ്യാർത്ഥികൾക്ക് 22/6/2026 വരെ കോളേജിൽ പ്രവേശനം നേടാൻ പറ്റും. അതുപോലെ നിലവിലെ റാങ്ക് ലിസ്റ്റിന് 22/6/2026 വരെ മാത്രമേ പ്രാബല്യം ഉണ്ടാവുള്ളൂ, അതായത് മെറിറ്റ് റാങ്ക് ലിസ്റ്റിന്. അതിനുശേഷം രണ്ടാമത്തെ അലോട്ട്മെൻറ്റിനായിട്ട് പുതിയ രജിസ്ട്രേഷൻ ആരംഭിക്കും. കോളേജ് പ്രോഗ്രാം കോമ്പിനേഷൻ അനുയോജ്യമല്ലെന്ന് തോന്നുന്ന പക്ഷം ആ ഒരു വില്ലിങ്നെസ് സ്വീകരിക്കാൻ നിർബന്ധമല്ല. അത് നിങ്ങൾക്ക് കിട്ടിയ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് താല്പര്യമില്ല, കോളേജ് നിങ്ങൾക്ക് അഡ്മിഷൻ തരാമെന്ന് പറഞ്ഞിട്ടുള്ള സീറ്റ് നിങ്ങൾക്ക് രണ്ടും അതായത് ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടിയത് താല്പര്യമില്ലാത്തതാണെങ്കിൽ നിങ്ങൾക്ക് അത് സ്വീകരിക്കേണ്ടതില്ല. അതുപോലെ സ്വീകരിക്കുന്നതിന് മുമ്പ് വളരെ ശ്രദ്ധാപൂർവ്വം സർവകലാശാല ഫീസ് വളരെ ശ്രദ്ധാപൂർവ്വം വിദ്യാർത്ഥികൾ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരിക്കൽ സർവകലാശാല ഫീസ് അടച്ച് നിങ്ങൾ അലോട്ട്മെൻറ്റ് മെമോ ഡൗൺലോഡ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ സ്വീകരിച്ച ആ ഒരു സീറ്റ് മാറ്റാൻ പറ്റുന്നില്ല. അതുപോലെ സർവകലാശാല ഫീസ് അടക്കുന്നതിന് മുമ്പ് സ്വീകരിച്ച വില്ലിങ്നെസ് റദ്ദാക്കാൻ ആഗ്രഹിക്കുന്നവർ ബന്ധപ്പെട്ട കോളേജിൽ ഇമെയിൽ അയച്ച് ആ ഒരു റദ്ദാക്കാനായിട്ട് നിങ്ങൾ അവിടെ എടുത്തിട്ടുള്ള ആ ഒരു അഡ്മിഷൻ റദ്ദാക്കാൻ അഭ്യർത്ഥിക്കുകയും
തുടർന്ന് കോളേജിൽ വിളിച്ചിട്ട് പറയുകയും എന്നിട്ട് ആ ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് അന്വേഷിച്ച് മനസ്സിലാക്കുകയും ചെയ്യുക. ഏതെങ്കിലും പ്രത്യേക ഓപ്ഷനിലെ വില്ലിങ്നെസ് സ്വീകരിക്കാൻ കോളേജ് അധികാരികൾ നിർബന്ധിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ നിങ്ങൾക്കത് ഉടൻ സർവ്വശാലയുടെ ശ്രദ്ധയിൽ നിങ്ങൾക്ക് പെടുത്തേണ്ടതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ വർഷത്തെ ഒരു വെറൈറ്റി ആയിട്ടുള്ള അലോട്ട്മെന്റ് ആണ്. അതായത് വിദ്യാർത്ഥികൾക്ക് അതായത് നിങ്ങളുടെ മെറിറ്റിന്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. എന്നിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ വഴി നിങ്ങൾക്ക് ഏത് കോളേജിലാണ് നിങ്ങൾക്ക് അതായത് കോളേജ് നിങ്ങൾക്ക് അഡ്മിഷൻ തരാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്, അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക. നോക്കിയിട്ട് നിങ്ങൾക്ക് ഏത് കോളേജിലാണ് താല്പര്യമുള്ളത്, അപ്പോൾ അത് നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു കോളേജ് നിങ്ങൾക്ക് അഡ്മിഷൻ തരാമെന്ന് പറഞ്ഞിട്ടുള്ള ഏത് ഓപ്ഷൻ നിങ്ങൾക്ക് വേണോ അത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതുപോലെ തന്നെ ആ ഒരു തിരഞ്ഞെടുത്തതിന് ശേഷം പിന്നീട് ആ ഒരു വില്ലിങ്നെസ് മാറ്റാൻ പറ്റത്തില്ല. അതുപോലെ സെക്കൻഡ് അലോട്ട്മെന്റിന് വേണ്ടി സെപ്പറേറ്റ് അപേക്ഷയാണ് വരുന്നത്. സെപ്പറേറ്റ് അപേക്ഷയല്ല, വീണ്ടും ഓപ്ഷൻസ് രജിസ്ട്രേഷൻ ചെയ്യണം. അങ്ങനെയെങ്കിൽ സെക്കൻഡ് അലോട്ട്മെന്റ് പരിഗണിക്കുള്ളൂ. മുമ്പാണെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നു, അതിൽ അലോട്ട്മെന്റ് ഇട്ട് അഡ്മിഷൻ നേടുന്ന രീതിയായിരുന്നു. എന്നാൽ ഈ വർഷം ഒരു പ്രത്യേകം വെറൈറ്റി ആണ്. കാരണം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ അലോട്ട്മെന്റ് ഉള്ളത്. അതുപോലെ പെർമനന്റ് അഡ്മിഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.